മുഖ്യമന്ത്രിയെ മൈക്ക് കൊണ്ട് ഇടിച്ചു. CMRL മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് 13 തവണയാണ് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രി VD സതീശന്റെ അഭിപ്രായം ആരാഞ്ഞത്. അപ്പോഴൊക്കെ തന്നെ അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. ഇന്ന് 3:30 സെക്രട്ടേറിയറ്റിലെ മാധ്യമ ഹാളിൽ ചേർന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം വിശദമായി കാര്യങ്ങളെല്ലാം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ കേസ് 4 വർഷം മുൻപ് ഉണ്ടായതാണ് എന്ന് മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്തേക്ക് വന്ന് ഇത്തരമൊരു റെയ്ഡ് നടത്തുന്ന വിവരം സംസ്ഥാന പോലീസിനെ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് പോലീസിന് മുൻകരുതൽ എടുക്കാൻ കഴിഞ്ഞില്ല. 4 വർഷം മുൻപുള്ള കേസാണ്. അതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമെന്ന നിലയിലാണ് ഇപ്പോഴത്തെ നടപടികളെന്നാണ് സതീശൻ പറഞ്ഞത്. ഇനി തന്നെ എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? 13 തവണ തന്റെ പുറകെ വന്നു, തന്നെ മൗനി ബാബ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു. എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ മറുചോദ്യം. അദ്ദേഹം പറയുന്നത്, ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ അവിടെ എൻ്റെ മുന്നിലേക്ക് ചാടി വീഴുന്നു, ഞാൻ കേരള ഹൗസിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾ മൈക്കുമായി വരുന്നു, ഞാൻ എൻ്റെ വസതിയിലായിരിക്കുമ്പോൾ അവിടേക്ക് വരുന്നു, ഇങ്ങനെ എവിടെ എനിക്ക് ഇറങ്ങാൻ സൗകര്യപ്പെടുന്നു അവിടെ എല്ലാം തന്നെ നിങ്ങൾ മൈക്കുമായി വരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ചല്ല എൻ്റെ മറുപടി, മറിച്ച് എൻ്റെ സൗകര്യത്തിന് അനുസരിച്ചാണ് മറുപടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ എനിക്ക് തരണം. നിങ്ങളോടാണ് ഞാൻ മറുപടി പറഞ്ഞില്ല, മൗനി ബാബയാണ്. 12 പ്രാവശ്യം ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചതെന്നറിയാം? ഒന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്, അപ്പം ചോദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്ത് കയറി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മൈക്ക് വെച്ച് ചോദ്യം. ഞാൻ കേരള ഹൗസിലേക്ക് കയറുമ്പോൾ ചോദ്യം, ഇറങ്ങുമ്പോൾ ചോദ്യം. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു മൈക്ക് എൻ്റെ മുഖത്ത് വന്നാൽ ഇടിച്ചത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം നിങ്ങളോട് രഹസ്യയോട് പറയാം. ഇത് തന്നെയല്ലേ മുഖ്യമന്ത്രി ശ്രീ VD സതീശ കഴിഞ്ഞ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും പറഞ്ഞത്? ഇതേ നയം തന്നെയല്ലേ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയനും എടുത്തത്? കോല് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ. ഈ ചാനൽ മൈക്കിനെ കോൽ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആളാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ ഏതാണ്ട് അതേ ആശയം തന്നെയാണ് ഇന്ന് VD സതീശൻ തനിക്ക് മുന്നിലേക്ക് നീളുന്ന മൈക്കിനെ കുറിച്ച്, ചാനൽ മൈക്കിനെ കുറിച്ച് പറഞ്ഞത്. കോൽ എന്ന വാക്ക് ഉപയോഗിച്ചില്ല എന്ന് മാത്രം. ഇനി അദ്ദേഹം പറഞ്ഞത്, മോഡി ഡീല് നടന്നിട്ടുണ്ടോ? ഈ ഒരു റെയ്ഡുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ആരോപണം ഉയരുന്നുണ്ടല്ലോ. അതായത് VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൽഹിയിലെത്തി കണ്ടതിന് ശേഷമാണ് പിണറായി വിജയന്റെ വീട്ടിലടക്കം 12 ഇടങ്ങളിൽ റെയ്ഡ് നടന്നത് എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് ചോദ്യമുണ്ടായപ്പോൾ അദ്ദേഹം അതിനെ പരിഹാസ രൂപേണയാണ് കണ്ടത്. അതായത് താൻ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയായ ശേഷം മോദിയെ കാണുന്നത്. മോദിയെ കണ്ടപ്പോൾ ഉടൻ തന്നെ ഞാൻ പറഞ്ഞു, മിസ്റ്റർ മോഡി, ഇതാ പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യൂ. അപ്പോൾ തന്നെ മോദി EDയോട് പറഞ്ഞു പോയി റെയ്ഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വീണ്ടും തിരുത്തി 12 ഇടങ്ങളിൽ പോയി റെയ്ഡ് ചെയ്യൂ. അപ്പോൾ വീണ്ടും മോഡി എൻഫോഴ്സ്മെന്റിനെ വിളിച്ച് പറഞ്ഞു പിണറായി വിജയന്റെ വീട്ടിൽ മാത്രമല്ല 12 ഇടങ്ങളിൽ കൂടി റെയ്ഡ് ചെയ്യണം. ഇങ്ങനെ പരിഹാസ രൂപേണയാണ് അദ്ദേഹം മോഡി VD ഡീൽ എന്നതിന് മറുപടി പറഞ്ഞത്. പിന്നീട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞതിന് അനുബന്ധമായി തന്നെയാണ്. തന്നെ നിരന്തരമായി ചാനൽ മൈക്കുകാർ ശല്യം ചെയ്യുന്നു. ഒരു തവണ തൻ്റെ മുഖത്ത് ചാനലിന്റെ മൈക്ക് കൊണ്ട് ഇടി കിട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാറിൽ വെച്ചാണ് ഇടി കിട്ടിയത്. അങ്ങനെ തന്നെ വളഞ്ഞിട്ട് ചോദ്യം ചോദിക്കുകയായിരുന്നു. എന്നു മാത്രമല്ല, ശാരീരികമായി പോലും ഈ ചാനലുകാർ തൻ്റെ മേൽ ആക്രമണം നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. കാറിൽ കയറിയപ്പോൾ ഒരു മൈക്ക് തൻ്റെ കവിളത്ത് വന്ന് ഇടിച്ചു. അത്തരത്തിൽ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ഇത്രയും നാളും ചാനൽ പ്രവർത്തകർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തനിക്ക് സൗകര്യമുള്ളപ്പോൾ താൻ പറയും, അല്ലാതെ ചാനലുകാരുടെ സൗകര്യത്തിന് മറുപടി പറയുന്ന ആളല്ല താനെന്ന് പിണറായി വിജയനെ പോലെ തന്നെ VD സതീശനും എന്ന് ആവർത്തിച്ചു. കേരള ഹൗസിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഈ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ഇത് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എയർപോർട്ടിലെത്തുമ്പോൾ വീണ്ടും ചോദ്യം ചോദിക്കുകയാണ്. എവിടെ? ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഞാൻ രാത്രി കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അവിടെയും ചോദ്യം ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്ററുകൾ എൻ്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടോ? ശരിക്കും അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, എനിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാ. ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടോ? ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ എനിക്ക് തരണം.
നിങ്ങളോടാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.